Welcome to BSc main physics class, semester 1, and this is the third class, third lecture. The topic is chapter 1. We are continuing chapter 1, dynamics of its rigid bodies. And today we study moment of inertia definition, radius of gyration, and principle of conservation of angular momentum, etc. today. Kinetic energy also. So this is BSc main physics class, semester 1, chapter dynamics of rigid bodies. MI definition, moment of inertia, definition, and related topics we study. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ BSc സെമിസ്റ്റർ 1 ക്ലാസ് ആണ്. ഡൈനാമിക്സ് ഫിസിക്സ് പേപ്പർ 1 ഡൈനാമിക്സ് റിജിഡ് ബോഡീസ് ചാപ്റ്റർ 1 ക്ലാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ ടോപ്പിക്ക് പറയുകയാണ് നമ്മൾ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് whenever a body is rotating without the action of any external torque, its angular momentum is conserved. Whenever a body is rotating in the absence of any external torque, its angular momentum is conserved. അപ്പോൾ ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യുകയാണ്, അവിടെ അതിൻ്റെ പുറത്ത് ടോർക്കൊന്നും പ്രവർത്തിക്കാനില്ല. പെർത്ത് പോലുള്ള മോഷൻ, ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യുകയാണ്, എക്സ്റ്റേണൽ ടോർക്ക് പ്രവർത്തിക്കാനില്ല, എക്സ്റ്റേണൽ ടോർക്ക് അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ് എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. വെൻ എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് വിത്തൗട്ട് ദി ആക്ഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ടോർക്ക്, ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്. അപ്പോൾ അതിന് ചെറിയൊരു പ്രൂഫും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പ്രൂഫായിട്ട് നമുക്കിങ്ങനെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോ ഈസ് ഈക്വൽ dl/dt പഠിച്ചിട്ടുണ്ട്. ആംഗുലർ മൊമെൻറ്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചതാണ്. ആ പ്രൂഫ് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ടോർക്ക് ടോ ഈസ് dl/dt. അപ്പം നമ്മൾ അവിടെ തൊട്ടാണ് കാണിക്കുന്നത്, 2 സ്റ്റെപ്പേ കാണിക്കുന്നുള്ളൂ. ഇത് ടോ ഈസ് ഈക്വൽ ടു dl/dtയും ഇതിൻ്റെ പ്രൂഫായിട്ട് കാണിക്കാവുന്നതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പ്രൂഫ്. ടോർക്ക് ഈ റൊട്ടേറ്ററി മോഷൻ ഈസ് ഗിവൺ ബൈ ടോർക്ക് ഈക്വൽ dl/dt. ടോർക്ക് ടോ ആണ് കേട്ടോ. നമ്മൾ ഈ ടി പോലെ എഴുതുന്നൊരു സിമ്പിൾ ഉണ്ടല്ലോ, ടി പോലെ എഴുതൊരു സിമ്പിൾ ഉണ്ട്, നിങ്ങൾ നോക്കുക, പ്രീവിയസ് ക്ലാസ് നോക്കുക. ടോർക്ക് ടോ ഈസ് dl/dt വേർ ഇറ്റ് ഈസ് ദി ആംഗുലാർ മൊമെൻറ്റം. ഇഫ് ടോർക്ക് ഈസ് ഈക്വൽ ടു 0 ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു സി. ഇവിടെ ടോർക്ക് 0 ആണെങ്കിൽ dl/dt 0 ആകും. dl/dt 0 ആണെങ്കിൽ എല്ലാവരും കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. If torque tau is equal to 0, dl/dt is 0. You can write there dl/dt is 0. That is L is equal to C, a constant. This is the law of conservation of angular momentum. അപ്പോൾ ഈ L കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ, ഈ പ്രിൻസിപ്പളിൻ്റെ ബേസിൽ പ്രവർത്തിക്കുന്നതാണ് അക്രോബാറ്റ്, ഡൈവർ, സ്കേറ്റർ, ഫാളിംഗ് ക്യാറ്റ് എക്സെട്ര. അക്രോബാറ്റ് എന്ന് പറഞ്ഞാൽ സർക്കസിലേക്ക് ഈ ഊഞ്ഞാലിൽ ഈ തൂങ്ങിക്കിടന്ന് ജമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡൈവർ, സ്വിമ്മിംഗ് പൂൾ ഡൈവ് ചെയ്ത് പോകുന്നവർ, അവർ വായുവിലിങ്ങനെ ആ ഡൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ വായുവിൽ ലൂപ്പുകൾ എടുക്കാറുണ്ട്. സ്കേറ്റർ, റോളർ സ്കേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ സ്കിൽ വേണ്ട ഒരു സ്പോർട്സാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ്. അവിടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ കളരിപ്പയറ്റ് നടത്തുന്നവർ, അവരൊക്കെ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഈ പ്രിൻസിപ്പിൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്രോബാറ്റ്, ഡൈവർ, സ്കേറ്റർ, ഫാളിംഗ് ക്യാറ്റ്, താഴേക്ക് വീഴുന്ന പൂച്ച, താഴേക്ക് വീഴുന്ന ഒരു ക്യാറ്റിന് അതിൻ്റെ വീഴ്ചയിൽ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത് കാണാം. അതായത് നമ്മളൊരു പൂച്ചയെ മുകളിൽ നിന്ന് താഴോട്ട് ഇടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ആ പൂച്ച എപ്പോഴും താഴെ എത്തുന്നത് അതിൻ്റെ 4 കാലിലായിരിക്കും. അതിന് കാരണം പൂച്ചയ്ക്കൊരു കഴിവുണ്ട്, അതിൻ്റെ സെൽഫായിട്ട് അതിൻ്റെ ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മാറ്റാനായിട്ട് ഈ കൈകാലുകൾ നീട്ടി അതതിൻ്റെ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒമേഗ മാറിയിട്ട് ഈ പൂച്ച താഴെ നിലത്ത് 4 കാലിൽ വന്ന് പതിക്കും. അത് പൂച്ചയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, മറ്റു ജീവികൾക്ക് അത് കാണാനില്ല.
അപ്പോൾ ഈ ഫാളിംഗ് ഗേറ്റ് അതിൻ്റെ വീഴ്ചയിൽ ഈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഐ മാറ്റിയെടുക്കും. ബോഡിയുടെ ഐ മൊമെൻറ്റ് ഫിനിഷ് മാറ്റും, ഒമേഗ മാറ്റിയെടുക്കും. അപ്പോൾ ഒമേഗ മാറ്റുന്നതിൻ്റെ ഫലമായിട്ട്, കാരണം എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റൻ്റ്. അതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ്. പൂച്ച എന്ത് ചെയ്യും? ശരീരം അഡ്ജസ്റ്റ് ചെയ്ത് ഒമേഗ ഐ മാറ്റും, ഒമേഗ മാറ്റും. അങ്ങനെ 4 കാലിൽ അത് നിലത്ത് ലാൻഡ് ചെയ്യും. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളതായിട്ട്, എ ക്യാറ്റ് ഈസ് ഏബിൾ ടു ലാൻഡ് ഓൺ ഇറ്റ്സ് ഫീറ്റ് വെൻ ഫാളിംഗ് ഫ്രം എ ഹൈറ്റ്, ഹൗ? എ ക്യാറ്റ്, നിങ്ങൾ കേട്ട് വേണേൽ എഴുതാത്, കേട്ട് വേണമെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതാം. എ ക്യാറ്റ് ഈസ് ഏബിൾ ടു ലാൻഡ് ഓൺ ഇറ്റ്സ് ഫീറ്റ് വെൻ ഫാളിംഗ് ഫ്രം എ ഹൈറ്റ്, വൈ? ഒരു പൂച്ച മുകളിൽ നിന്ന് വീണാൽ അത് അതിൻ്റെ 4 കാലിൽ ലാൻഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? എ ക്യാറ്റ് ഈസ് ഏബിൾ ടു ലാൻഡ് ഓൺ ഇറ്റ്സ് ഫീറ്റ് വെൻ ഫാളിംഗ് ഫ്രം എ ഹൈറ്റ്, വൈ? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതിൻ്റെ ആൻസറായിട്ട് പറയാം, വെൻ എ ക്യാറ്റ് ഈസ് ഫാളിംഗ് ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റ് ഈസ് കൺസർവ്ഡ്, ഐ ഒമേഗ ഈസ് കൺസർവ്ഡ്, the cat is able to change I by adjusting, stretching out its feet, legs. So omega changes, it is able to land on its feet smoothly. അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ് ഇത്. ഈ രണ്ടാമത്തത്, ആദ്യത്തത് നമ്മളെ സ്റ്റേറ്റ് തന്നെ പ്രൂവ് എന്നുള്ള പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തത്, A girl is standing on a turntable with her hands outstretched. What will happen to the speed of rotation of table when she drops her hands? Drops her hands out. Her hands. H-E-R. അവിടെ സ്പെല്ലിംഗ് തിരുത്തണേ. A girl is standing on a turntable with her hands outstretched. What will happen to the speed of rotation of table when she drops her, H-E-R, her hands? കറങ്ങുന്ന ഒരു മേശപ്പുറത്ത് ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. എൻ്റെ അരികിലോട്ട് മാനിക്കാന്ന് കരുതുക. കറങ്ങുന്ന ഒരു മേശപ്പുറത്ത് ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. ആ കുട്ടി അതിൻ്റെ കൈകൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്താൽ, ആ മേശപ്പുറത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഹാൻഡ് ഔട്ട്സ്ട്രെച്ചഡാണ്. അപ്പോൾ കൈകൾ പുറത്തേക്ക് നീട്ടി കറങ്ങുന്ന മേശപ്പുറത്ത് ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. ആ പെൺകുട്ടി കൈകൾ താഴത്തേക്ക് ഇട്ടാൽ മേശയുടെ കറക്കത്തിന് എന്ത് സംഭവിക്കുമെന്നാണ്? മേശയുടെ കറക്കത്തിൻ്റെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് സംഭവിക്കും? എ ഗേൾ ഈസ് സ്റ്റാൻഡിങ് ഓൺ എ ടേൺ ടേബിൾ വിത്ത് ഹെയർ ഹാൻഡ്സ് ഔട്ട് സ്ട്രെച്ച്ഡ്, പുറത്തേക്ക് നീട്ടി കൈകൾ. വാട്ട് വിൽ ഹാപ്പൻ ടു ദി സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ടേബിൾ വെൻ ഷീ ഡ്രോപ്സ് ഹെർ ഹാൻഡ്സ്? അപ്പോൾ കൈകൾ, ഈ പുറത്തേക്ക് നീട്ടിയിരിക്കുന്ന കൈകൾ താഴോട്ട് ഇട്ടാൽ, പുറത്തേക്ക് നീട്ടിയിരിക്കുന്ന കൈകൾ താഴത്തേക്ക് ഇട്ടാൽ മേശയുടെ കറക്കത്തിന് എന്ത് സംഭവിക്കും? അതിന് ഉത്തരം ഞാൻ ഒറ്റ സെൻറ്റൻസ് കൊടുത്തിരിക്കുകയാണ്. എൽ ഇസ് ഐ ഒമേഗ. അതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. വെൻ ഷീ ഡ്രോപ്സ് ഹെർ ഹാൻഡ്സ്, എം ഐ ഡിക്രീസസ്. കൈകൾ താഴത്തേക്ക് ഇട്ടാൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറും, എം ഐ കുറയും. സോ ആംഗുലാർ സ്പീഡ് ഒമേഗ ഇൻക്രീസസ്. കാരണം ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. എൽ കോൺസ്റ്റൻ്റ് ആണ്, ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. ഐ കുറഞ്ഞാൽ ഒമേഗ കൂടും, മേശയുടെ കറക്കം കുറേ കൂടി വേഗത്തിലാകും. ഇനിയാണ് നമ്മൾ ആക്ച്വൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡെഫിനിഷൻ പഠിക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള വാക്കിൻ്റെ നിർവചനം ഇവിടെ പഠിക്കുകയാണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് എ റൊട്ടേഷണൽ ഇനർഷ്യ. ഇറ്റ് ഹാസ് 2 definitions. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ റൊട്ടേഷണൽ ഇനർഷ്യയാണ്. അതിന് 2 നിർവചനമുണ്ട്. 2 നിർവചനം. ഒന്നാമത്തേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഡെഫിനിഷൻ. ഡൈനാമിക്കൽ ഡെഫിനിഷൻ ഓഫ് എം ഐ. Dynamically, mi is defined as the ratio of torque to the angular acceleration. That is, I is tau by alpha, where tau is the torque and alpha is the angular acceleration. ഇപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറയും. അതിന് 2 ഡെഫിനിഷൻ ഉണ്ട്. ഒന്നാമത്തിന് വിളിക്കുന്ന പേരാണ് ഡൈനാമിക്കൽ ഡെഫിനിഷൻ. Dynamically, mi is defined as the ratio of torque to the angular acceleration. That is, I is tau by alpha, where tau is the torque and alpha is the angular acceleration. ഇപ്പോൾ tau by alpha എന്ന് ആണ് ഒന്നാമത്തെ ഡെഫിനിഷൻ. ടോയാണ് ടോർക്ക്. ഇനി അതിൽ തന്നെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഡെഫിനിഷൻ നിർമ്മിക്കുന്നത്.
ജോമെട്രിക്കൽ ഡെഫിനിഷൻ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ രണ്ടാമത്തെ ഡെഫിനിഷനാണ് അതിൻ്റെ ജോമെട്രിക്കൽ ഡെഫിനിഷൻ. അതെന്താണെന്ന് നോക്കൂ. ഐ ഈസ് ടോ ബൈ ആൽഫ നമുക്കറിയാം. അപ്പോൾ ടോ ഈസ് ഐ ആൽഫ അല്ലെ, ഐ ഈസ് ടോ ബൈ ആൽഫ നമ്മൾ പറഞ്ഞ ഡൈനാമിക്കൽ ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ആർ ബൈ ആൽഫ. ടോ ഈസ് എഫ് ഇൻറ്റു ആർ ആണല്ലോ. എഫ് ഈസ് എം എ ഇൻറ്റു ആർ ബൈ ആൽഫ. ദാറ്റ് ഈസ് എം എ is written there. A is R alpha. That is also written in the margin. A is R alpha. Acceleration is R into angular acceleration. And here alpha and alpha will cancel. We get mr square. I is equal to mr square. That is geometrical definition. അപ്പോൾ എം മാസമുള്ള വസ്തു ആർ റേഡിയസിൽ കറങ്ങിയാൽ, ഞാൻ കാണുന്ന പടത്തിലെ പോലെ എം മാസമുള്ള വസ്തു ആർ റേഡിയസിൽ കറങ്ങിയാൽ എ ബി ആണ് ഒരു ആക്സിസ്. ആർ റേഡിയസിൽ കറങ്ങിയാൽ എം ആർ സ്ക്വയർ മാസ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ. അപ്പം അതിൽ ആ ജോമെട്രി വ്യക്തമാണല്ലോ, കറങ്ങുന്ന ആ ജോമെട്രി വ്യക്തമാണ്. അതുകൊണ്ടാണ് ജോമെട്രിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ ഡെഫിനിഷൻ എം ഇൻറ്റു ആർ സ്ക്വയർ ആണ്. അപ്പോൾ പടം നോക്കി പറയാം, ഐ ഈസ് എം ആർ സ്ക്വയർ. ദെയർഫോർ ജോമെട്രിക്കലി എം ഐ is defined as the product of mass of the particle and square of the distance between the particle and the axis of rotation. അപ്പോൾ എമ്മിൻ്റെ ആ സ്ക്വയർ മാസും റേഡിയസ് വെക്ടറും കൂടി തമ്മിൽ ഗുണിച്ചാൽ മതി. സ്ക്വയർ യൂണിറ്റ് എം ആർ സ്ക്വയർ അല്ലേ, അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് ഐയുടെ യൂണിറ്റ്. അങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് 2 ഡെഫിനിഷനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചോദ്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നോക്കുക, ചോദ്യം കേൾക്കുക. ഡിഫൈൻ എം ഐ ഗിവ് ഇറ്റ്സ് യൂണിറ്റ്. എം ഐ എന്താണ് അതിൻ്റെ യൂണിറ്റ് പറയുക. ഇപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. എം ഐക്ക് 2 ഡെഫിനിഷൻ ഉണ്ട് എന്ന് ഓർക്കണം. പിന്നെ ഒരു ഷോർട്ട് ആൻസർ, ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ആണ്, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. എ റോ എഗ് ആൻഡ് ഹാർഡ് ബോയിൽഡ് എഗ് ക്യാൻ ബി ഡിസ്റ്റിങ്ഷ്ഡ് ബൈ സ്പിന്നിങ് ദം ഓൺ എ ടേബിൾ. ഹൗ? A raw egg and a hard-boiled egg can be distinguished by spinning them on a table. How? ഒരു പച്ചമുട്ടയും പുഴുങ്ങിയ മുട്ടയും മേശപ്പുറത്ത് കറക്കിയാൽ അവ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പച്ചമുട്ട ഏതാണ്, പുഴുങ്ങിയ മുട്ട ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുക എങ്ങനെ? ആ ക്വസ്റ്റ്യൻ നോക്കുക. A raw egg and a hard-boiled egg can be distinguished by spinning them on a table. How? 2 മുട്ടകൾ, ഒന്ന് പുഴുങ്ങിയതാണ്, രണ്ടാമത്തെ പുഴുങ്ങാത്തതാണ്. അവരുടെ മേശപ്പുറത്ത് കറക്കിയാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഏതാണ് പുഴുങ്ങിയത് അല്ലെങ്കിൽ പുഴുങ്ങാത്തതെന്ന് അറിയാൻ പറ്റും. അതൊരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ആപ്ലിക്കേഷനാണ്. പല രൂപത്തിൽ പറയാം, ഇതിൻ്റെ ഉത്തരം പല വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ആപ്ലിക്കേഷനായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ, ഈ റൊട്ടേറ്റഡ് വിത്ത് ഈക്വൽ ടോർക്ക്, the raw egg will come to rest first because it contains liquid matter and possesses greater moment of inertia, so it resists rotation and comes to rest first. If rotated with equal torque, the raw egg will come to rest first because it contains liquid matter and possesses a greater MI, so it resists rotation. അപ്പോൾ നമ്മൾ പച്ചമുട്ടയും പുഴുങ്ങുമുട്ടയും ഒരുമിച്ച് കറക്കിയാൽ സംഭവിക്കുന്നത്, ഈ പച്ചമുട്ട പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരും, അത് നിൽക്കും. പുഴുങ്ങിമുട്ടയും പിന്നെയും തുടർന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം പച്ചമുട്ടയ്ക്കകത്ത് ലിക്വിഡ് മാറ്ററാണ്. പുഴുങ്ങാത്ത മുട്ടയ്ക്കകത്ത് ലിക്വിഡ് മാറ്ററുള്ള ഒരു മുട്ടയ്ക്ക് മറ്റേ അപേക്ഷിച്ച് MI കൂടുതലാണ്. MI കൂടുതലാണെങ്കിൽ അത് മോഷനെ ഒപ്പോസ് ചെയ്യും, മോഷനെ എതിർക്കും. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് റെസ്റ്റിലെത്തുന്നത്. അങ്ങനെ ഓർക്കണം. അടുത്തത് നമ്മൾ ഒരു റേഡിയസ് ഓഫ് ജനറേഷൻ എന്നൊരു വാക്ക് പഠിക്കുകയാണ്. അപ്പോൾ അതിന് ഹെഡിങ് ആയിട്ട് MI ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, MI ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, റേഡിയസ് ഓഫ് ജനറേഷൻ K എന്ന് പറയും. ഇപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് ബോഡി വിചാരിച്ചാലും മതി. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ അനേകം കണങ്ങൾ കൂടിച്ചേർന്നതാണ്. ആ റിജിഡ് ബോഡിയെ വേണമെങ്കിൽ സൗകര്യത്തിന് നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കാം. റിജിഡ് ബോഡി, ഒരു കല്ല്, ആ കല്ല് അനേകം കണങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ. അപ്പോൾ ആ കല്ലിനെ നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ MI കാണുന്ന ഒരു വിദ്യ പറയുകയാണ്. ഈ പടം നോക്കിയേ,
പി ക്യൂവിൻ്റെ ആക്സിസ് ആണ്. പി ക്യു ആക്സിസ്. അതിന് ചുറ്റും ഒരു കല്ല് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അനേകം പാർട്ടിക്കിൾ കൂടിച്ചേർന്ന് ഉണ്ടാകാവുന്ന ഒരു വസ്തു എന്ന അർത്ഥമേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരു കല്ലോ ഒരു വസ്തു വിചാരിക്കാം, അത് കറങ്ങുകയാണ്. അപ്പോൾ ഈ കല്ല് കണങ്ങളെ നമുക്ക് അനേകം ചെറിയ പാർട്ടിക്കിളായിട്ട് M1, M2, M3 എക്സെട്ര ഇങ്ങനെ ഭാഗിക്കാവുന്നതാണ്. അങ്ങനെ ഭാഗിച്ച് വെച്ചിരിക്കുകയാണ് പി ക്യു ആക്സിസ്. അപ്പോൾ ഈ വസ്തു റൊട്ടേറ്റ് ചെയ്യണം. അതിന് MI നമുക്ക് കണക്ക് കൂട്ടാം. കൺസിഡർ എ റിജിഡ് ബോഡി ഓഫ് മാസ് ക്യാപിറ്റൽ M. ഇറ്റ് can be assumed as a system of particles consisting of minute particles of masses M1, M2, M3 etc. ഇപ്പം ഈ വസ്തുവിനെ അനേകം ചെറിയ കണങ്ങൾ കൂടിച്ചേർന്നതായിട്ട് വിചാരിക്കാം. ആ കണങ്ങളുടെ മാസ് M1, M2, M3 എന്നിങ്ങനെ കരുതുക. സിറ്റുവേറ്റഡ് അറ്റ് ഡിസ്റ്റൻസസ് R1, R2, R3 എക്സെട്ര ഫ്രം ദി ആക്സിസ്. ആക്സിസിൽ നിന്ന് പി ക്യൂവിൽ നിന്ന് R1, R2, R3 എക്സെട്ര അകലെയാണെന്ന് കരുതുക. ആ പടം നോക്കിയാൽ മതി. ആ പടത്തിൽ കാണുന്നത് പോലെ ഇത് നമ്മൾ ഓരോ കേസ് പറയും. ഫ്രം ദി ആക്സിസ് MI ഫസ്റ്റ് പാർട്ടിക്കിൾ M1 R1 സ്ക്വയർ. നമ്മൾ ഓരോ പാർട്ടിക്കിളും MI കാണുന്നത് അതിൻ്റെ ജോമെട്രിക്കൽ ഡെഫിനിഷൻ ഓർക്കുക. I is MR സ്ക്വയർ. So MI of first particle is M1 R1 square, MI of second particle is M2 R2 square, MI of third particle is M3 R3 square, etc. Therefore, MI of system of particles equal to I is equal to M1 R1 square plus M2 R2 square plus M3 R3 square plus etc. Any number of terms you can write. And that we write as I is equal to sigma MR square. You know it, M1 R1 square plus M2 R2 square plus M3 R3 square etc. we can write as sigma MR square. Sigma means summation. And sigma M we write as capital M, the entire mass of the body, the entire mass of system of particles. That is capital M. Sigma M is capital M. Therefore, I is equal to MR square. K is called radius of gyration. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I is equal to MK സ്ക്വയർ എന്ന് എഴുതിയാൽ K വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ റേഡിയസ് ഓഫ് ജൈറേഷൻ കാണുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടും. MK സ്ക്വയർ ആണല്ലോ I. Therefore K is equal, K square is I by M. K is root of I by M. അപ്പോൾ K നമുക്ക് റേഷ്യോ ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് I ആൻഡ് M എന്ന് പറയാവുന്നതാണ്. റേഡിയസ് ഓഫ് ജൈറേഷൻ ഓഫ് എ ബോഡി about an axis of rotation is that radial distance from the axis, the square of which on being multiplied by the total mass of the body gives the MI of the MI of the body about the axis. അങ്ങനെ എഴുതാൻ ഡെഫിനേഷൻ നോക്കിക്കേ. A radius of gyration of a body about an axis of rotation is that radial distance from the axis, the square of which on being multiplied by the total mass of the body gives MI of the body about the axis. അത് ഈ MK സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഈ വസ്തുവിൻ്റെ ടോട്ടൽ മാസിനെ ആക്സിസും വസ്തുവിനും തമ്മിലുള്ള അകലത്തിൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ MI കിട്ടിയാൽ ആ അകലത്തെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അത് ഇങ്ങനെയും പറയാൻ കേട്ടോ. നമുക്കിപ്പോൾ ഈ ഡെഫിനേഷൻ പ്രയാസമാണെങ്കിൽ താഴെ കാണുന്ന ആ എക്വേഷൻ നോക്കി പറയാം. റേഡിയസ് ഓഫ് ജൈറേഷൻ ഈസ് റൂട്ട് ഓഫ് I by M. സോ റേഡിയസ് ഓഫ് ജൈറേഷൻ ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദ റേഷ്യോ ഓഫ് moment of inertia to the mass. Square root of the ratio of moment of inertia to the mass. Radius of gyration can be also defined as the square root of the ratio of moment of inertia to the mass. ഇനി ഒരു ചെറിയൊരു നോട്ടുള്ളത് കെ ഓഫ് റൊട്ടേഷനാണ്. കൈനറ്റിക്കൽ ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷണൽ കെയുടെ പടമാണ് നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു വസ്തു യാം അത് V സ്പീഡിൽ
ഒരു ആക്സിസ് ചുറ്റും കറങ്ങുകയാണ്. ആറാണ് റേഡിയസ് വെക്റ്റർ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ റൊട്ടേഷൻ കെ പറയാം. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം റൊട്ടേറ്റിംഗ് about an axis AB ആണ് ഇവിടെ ആക്സിസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് AB. About an axis, let R be the radius vector. The angular velocity is given by the relation V is R omega. Angular velocity V is R omega ആണല്ലോ. Then the rotational k of the particle is given by rotation k എങ്ങനെ കാണും? റൊട്ടേഷൻ കെ ഇസ് ഈക്വൽ ടു നമുക്ക് സിമ്പിളി ഹാഫ് എം വി സ്ക്വയർ എഴുതാം. വി എ നമ്മൾ ആർ ഒമേഗ എന്ന് കൊടുക്കും. ഹാഫ് എം ഇൻറ്റു ആർ ഒമേഗ ഹോൾ സ്ക്വയർ ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ വി ഇസ് ആർ ഒമേഗ. എം ആർ സ്ക്വയർ ഇസ് ഐ. therefore k is equal to half I omega square. K is half I omega square. That is the equation for rotational k. With this, the third lecture on your dynamics paper is over. We continue in the next class. Thank you.